അസ്സലാമലൈക്കും. SSS ജില്ലാ സാഹിത്യോത്സവത്തിന്റെ പ്രൗഢവേദിയിലാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഒരുമിച്ചിരിക്കുന്നത്. ഈ ആഴ്ചത്തിൽ ഞാനൊരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് അല്ലാഹു തആലയുടെ തൗഫീഖ് നൽകുമാറാട്ടെ. പറഞ്ഞോട്ടാ ഒരു സംഭവ ചരിത്ര കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മേറാജിന്റെ രാത്രിയിൽ മുത്തലൈഹിസ്സലാമയും ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാഖ് എന്ന അത്ഭുതവാഹനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വല്ലാതൊരു സുഗന്ധം മുത്തുനബിക്ക് അനുഭവപ്പെട്ടു. ആശ്ചര്യം ജിബ്രീലിനോട് ചോദിച്ചു, ഓ ജിബ്രീലേ, എവിടുന്നാണ് ഈ വളം അടിച്ചു വീശുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് ആ ഖബറിൽ നിന്നാണ്. ആശ്ചര്യം വിട്ടു മാറാതെ വീണ്ടും ചോദിച്ചു, ഖബറിൽ നിന്നോ? ഏത് പ്രവാചകന്റെ ഖബറാണത്? പ്രവാചകന്റെ ഖബറുമല്ല, ഒരു അടിമപ്പെട്ടിന്റെ 3 മക്കളുടെ ഖബറാണത്. അടിമപ്പെട്ടിന്റെ ഖബറോ ഇത്ര വലിയ ബാഹുല്യത്താൽ അടിമപ്പെട്ടി എന്ത് പുണ്യമാണ് ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം സംഭവം വിവരിച്ചു. കൂട്ടുകാരെ, എലിയാണ് എന്റെ കഥ തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കലേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം. ഏറ്റവും വലിയ റബ്ബല്ല ധിക്കാരിയുടെ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ അടിമപ്പള്ളിയുണ്ടായിരുന്നു. പേര് ബാഷിത നബി ആരോരും അറിയാതെ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ മൂസാ നബി ബാഷിത നബി വിളിച്ചു പറഞ്ഞു, ഏ ബാഷിത, നീ എന്തൊരു നല്ല കാര്യം ചെയ്യാൻ കഴിയുമ്പോൾ ബിസ്മി ചൊല്ലി തുടങ്ങുക. അങ്ങനെ ഇരിക്കെ ബാഷിത നബിയുടെ മകളെ മുടിച്ച് ബിസ്മി ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ കൊട്ടാരത്തിൽ വെറും അടിമപ്പെള്ളായി താമസിച്ചവൾ ഇസ്ലാം മതം സ്വീകരിച്ചു നടന്നപ്പോൾ രക്തത്തിൽ വെക്കാൻ തുടങ്ങി. പറഞ്ഞു, ഏ ബാഷിത, നീ ഇതിൽ ഇപ്പോൾ തന്നെ പിന്മാറണം. ഞാനാ റബ്ബ്, ഏറ്റവും വലിയ റബ്ബ്. എന്നാൽ മനസ്സിൽ ഈമാനുള്ള ബാഷിത പിന്തിരിഞ്ഞില്ല. ഇല്ല, അങ്ങനെ എല്ലാ പരിശ്രമവും പരാജയപ്പെട്ടു നിറഞ്ഞപ്പോൾ ഫിറോൻ കൂട്ടുകാർ തീരുമാനത്തിലെത്തി അവരെ കൊന്നു കളയാൻ. അങ്ങനെ വലിയ തീക്കൊണ്ട പള്ളിണ്ടു, ಅಲ್ಲಿ തീ കൊളുത്തി എല്ലാം തേവിച്ചു. ബാഷിത ബീബി ബാഷിയുടെ 3 മക്കളെ ഖബറിന്റെ അടുത്തോണ്ട് എന്നിട്ട് പറഞ്ഞു, ഏ ബാഷിത, ഇത് നിനക്കുള്ളതല്ല, നിന്റെ 3 മക്കൾക്കുള്ളതാണ്. എന്ത് പറയുന്നു നീ? വിശ്വസിച്ച പിന്മാറുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. താങ്കളെല്ലാം തുണ്ടമായി കഷ്ണിച്ചാലും കത്തിച്ച് ചാമ്പലാക്കിയാലും ഞാൻ വിശ്വസിച്ച് ഇസ്ലാമിൽ പിന്നോട്ടില്ല. അങ്ങനെ ബാഷിതയുടെ മൂത്ത കുട്ടിയെ തിളക്കൽ എല്ലാം എടുത്തോണ്ട് വീണ്ടും ചോദിച്ചു, ഏ ബാഷിത, മാറുമോ നിന്റെ ഇസ്ലാമിലെ? എന്തൊരു ഭയാനക, ഏതൊരു മാതൃകയാൽ താങ്ങാൻ കഴിയുന്നത്. പക്ഷെ ബാഷിത പിന്തിരില്ല. എന്റെ മകളെ ഓടിച്ചെല്ലി കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തോണ്ട് പറഞ്ഞു, മോളെ പോയിക്കോളൂ റബ്ബിന്റെ രാജശല്യയിലേക്ക്, സ്വർഗീയാലയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അവർ ആ കുട്ടിയെ കഴിച്ചു കളഞ്ഞു. അവർ 2ാമത്തെ കുട്ടിയെ കഴിച്ചു കളഞ്ഞു. അടുത്തതായി വെറും 8 മാസം പ്രായമുള്ള 3ാമത്തെ കുട്ടിയാണ് കഴിച്ചു കളഞ്ഞാ പോകുന്നത്. താലോചിച്ച് താരാട്ട് പാടിയിട്ട് കവളിൽ മുത്തം കൊടുത്തിട്ട് കൊതി തീർന്നില്ല, ലാലിച്ച് ആശ തീർന്നില്ല. ആ മകളെ അടുത്തതായി കഴിച്ചു കളയാൻ പോകുന്നത്. മാഷിദേവി വാവട്ടുകഥയാണ്. അത് കണ്ട ഫിറോൻ കൂട്ടൽ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുന്നു. വെറും 8 മാസം പ്രായമുള്ള പിഞ്ചുവല്ല അടികുള്ള തലക്കിൽ എന്നെ അടുത്ത് വിളിച്ചു പറയുന്നു, ഉമ്മ കരയില്ലമ്മ, വിഷമിക്കല്ലമ്മ, ഞങ്ങൾ സ്വീകരിച്ചത് ഇസ്ലാമല്ലമ്മ, സ്വർഗ്ഗത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. ആ പിഞ്ചു പൈതലിന്റെ അക്ഷരത്തിലുള്ള വാക്ക് കേട്ട ബാഷിദേവി ഓടിച്ചത് കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല. അഹദ് അഹദ് അല്ലാഹു അഹദ്. അങ്ങനെ അവർ ആ കുട്ടിയെ കഴിച്ചില്ല. എന്റെ 3 മക്കളെ ഇഷ്ടപ്പെട്ട ബാഷിതയുടെ അവസ്ഥ ചോദ്യം ഫിറോന്റെ, ഏ ബാഷിത, അടുത്തത് നീയാണ് ഈ ചട്ടിക്കിരിയാൻ പോകുന്നത്. എന്താണ്? ബാഷിത പറഞ്ഞു, താങ്കളെ എല്ലാം കഴിച്ച ശേഷം ഖബറെടുക്കുമ്പോൾ എന്റെ കഴിച്ചുകളില്ല 3 മക്കളെ ആ ഖബറിൽ വെക്കണം. അങ്ങനെ അവർ ബാഷിത ബീബിയെ കഴിച്ചു കളഞ്ഞു. എന്നിട്ട് ബാഷിത ബീബി പറഞ്ഞ പോലെ എന്റെ 3 മക്കളെ ആ ഖബറിൽ അടുക്കത്. ആ ഖബറാണ് നബി ഈ ഖബറ്. അതുകൊണ്ടല്ല അവർ ഇത്ര വലിയ ബഹുല്യക്കാരൻ ലഭ്യ. എന്റെ കഥ കേട്ട എല്ലാ കൂട്ടുകാരും ചിന്തിക്കണം, ഇവർ എത്രമാത്രമാണ് ഇസ്ലാമിൽ മുറുകെ പിടിച്ച് എത്രമാത്രം ഇസ്ലാം വില കൽപ്പിച്ച. മാറട്ടെ. ഇത്ര പറഞ്ഞോട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാം. ഉമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു യഹ്യ ഇബ്നു ഷറഫ്. ഒരിക്കൽ ഉമ്മ മകനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മകൻ കൊണ്ടുവരുന്നതിന് മുമ്പ് ഉമ്മ ഉറങ്ങിപ്പോയി. രാപ്പകൽ കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഉണർന്നത്. ഇതുവരെ മകൻ കാത്തിരുന്നു. ഉമ്മ ഉണർന്നതിന് ശേഷം മകനോട് ചോദിച്ചു, മകനെ, നീ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നോ? മകൻ പറഞ്ഞു, അതെ, ഉമ്മ ഉണർന്നതിന് ശേഷം വെള്ളം തരാമെന്ന് കാത്തിരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ നല്ല മനസ്സ് കണ്ട് ഉമ്മ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ കാക്കണമേ, ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിൽ ഇങ്ങനെ നടന്നു പോകുക. അപ്പോ ഒരു കൂട്ടം ആൾക്കാർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി ചിരിക്കാനും ഭ്രാന്തനെന്ന് വിളിക്കാനും തുടങ്ങി. അതിനുശേഷം കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് ചോര വരിപ്പിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു, നബിയെ, അങ്ങ് കൽപ്പിച്ചാൽ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഈ സമുദായക്കാരെ ഞാൻ കൊല്ലട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വേണ്ട ജിബ്രീലേ, അവർ അറിവില്ലാത്തവരായത് കൊണ്ടാണ്. എത്ര നല്ല സ്വഭാവമാണല്ലേ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അങ്ങനത്തെ സ്വഭാവം നമ്മളിലേക്കും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു.